Hi all. നമ്മുടെ JLTയുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ എന്താണ് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കെമിസ്ട്രിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ അതിന് മുമ്പേ നമുക്ക് ഈ സിലബസിനെ കുറിച്ചിട്ട് കുറച്ചൊന്നും അറിയണം. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ടോ? അല്ല, മീൻസ് PDF കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഈ PDF നമുക്കുള്ളതെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? കെമിസ്ട്രിയുടെ സിലബസാണ്. അപ്പം ഈ സിലബസിൽ റിലേറ്റീവ്ലി ഭയങ്കര എളുപ്പമായിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. നമ്മുടെ +2ന്റെ ബേസ് ചെയ്തിട്ടുള്ള ഈ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് +1ലെയും +2ലെയും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം. അതിലെ സ്ട്രക്ചർ ഓഫ് ഒന്നാമത്തെ ചാപ്റ്റർ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, അതേപോലെ തന്നെ മോൾ കൺസെപ്റ്റ്, കാൽക്കുലേഷൻ വരും, അതൊക്കെ ഡെഫിനിഷൻ ഓഫ് മൊളാലിറ്റി കാൽക്കുലേഷൻസ്, ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫസ്റ്റ്, അതായത് ഒന്നാമത്തെ ചാപ്റ്റർ +1ന്റെ NCERT വായിക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റം സെക്കൻഡ് ചാപ്റ്റർ ആണ്, അത് നിങ്ങൾ വായിക്കണം. അപ്പൊ നമുക്ക് അതിനകത്തുനിന്ന് ആദ്യത്തെ ഇത്രയും കൺസെപ്റ്റ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇക്വിലിബ്രിയം, pH, ഇതും +1ലെ ചാപ്റ്റർ ആണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? +2ലെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇനോർഗാനിക് കെമിസ്ട്രിയിൽ വന്നിരിക്കുന്ന പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ +1 കെമിസ്ട്രിയിലെ NCERTയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് ഒന്ന് വായിച്ചു കഴിയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ളതെല്ലാം കിട്ടും. അതുപോലെ തന്നെ ഹൈഡ്രജൻ, ഹാർഡ്നെസ്, ഇതൊക്കെ നമുക്ക് കുറച്ച് എക്സ്ട്രാ വെളിയിൽ നിന്ന് വരുന്ന ടോപ്പിക്, ടെക്സ്റ്റ് ഇല്ലാത്തത്. അതുപോലെ S ബ്ലോക്ക് എലമെന്റ്സ്, P ബ്ലോക്ക്, ഗ്രാഫൈറ്റ്, സൾഫർ, ഇതൊക്കെ ഡിലീറ്റഡ് പോർഷൻസ് ആയിട്ട് +1ന്റെ പഴയ ടെക്സ്റ്റില് +2ന്റെ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓർഗാനിക് കെമിസ്ട്രി പക്ക നമ്മൾ ഈ നോമൻക്ലേച്ചർ, ഇത്രയും പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ, അതായത് ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്, അതിന്റെ നോമൻക്ലേച്ചർ, ഇതെല്ലാം ഒന്നാമത് +1ന്റെ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന അതേ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പിക്. അപ്പൊ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, വായിച്ചു നോക്കുക. പിന്നെ ഹൈഡ്രോ കാർബൺസ്, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ് കേട്ടോ. പക്ഷെ ഈ ടെസ്റ്റ് ഫോർ ആൽക്കഹോൾസ്, ഫീനോൾസ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, ആൽക്കഹോൾസ്, ഇതെല്ലാം വരുന്നത് +2വിൽ നിന്നുള്ള സെക്ഷൻസ് ആയിട്ടാണ്. പിന്നെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് പഠിക്കാനും നിങ്ങൾ ബേസ് എന്ത് ചെയ്യാം? NCERTയുടെ ടെക്സ്റ്റ് തന്നെ കാര്യമായിട്ട് നിങ്ങൾ നോക്കാം. അപ്പൊ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് അത്യാവശ്യം നിങ്ങൾ ഒന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെക്കുറെ കുറെ ഐഡിയാസ് എന്ത് ചെയ്ത് കിട്ടും? നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. ഇപ്പൊ കൺസെപ്റ്റ് വേണം നിങ്ങൾക്ക് ഡെപ്ത് ആയിട്ട് വായിക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ അവിടുത്തെ കുറെ കൺസെപ്റ്റ്സ് എല്ലാം വരുന്ന കുറെ ക്വസ്റ്റ്യൻസും അതേപോലെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഞാൻ പറയുന്നതെല്ലാം ഓഡിയബിൾ ആണല്ലോ അല്ലെ? ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോവാം. നമ്മൾ നോക്കിയാട്ടെ, ഇതിനകത്ത് JLAയുടെ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ JLAക്ക് ലാസ്റ്റ് ടൈമിൽ എഴുതിയ JLAക്ക് വന്ന അതേ ചോദ്യമായിട്ടിരിക്കുന്നത്, വിച്ച് ഈസ് ദ ആസിഡ് പ്രസന്റ് ഇൻ ദ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ. ക്രോമിക് ആസിഡ് സൊല്യൂഷനിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഏത് ആസിഡ് ആണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയാട്ടെ, ഏതൊക്കെയാ കിടക്കുന്നത്? ഫോസ്ഫോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. ഇത്രയും എന്ത് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. വിച്ച് ഇസ് ദ ആസിഡ് പ്രസന്റ് ഇൻ ദ ക്രോമിക് ആസിഡ് അല്ലെ? ഫോസ്ഫോറിക് ആണോ, നൈട്രിക് ആണോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ, സൾഫ്യൂരിക് ആസിഡ് ആണോ? സി, ഇത് കെമിസ്ട്രിയുടെ അതിനകത്ത് ഇല്ലെങ്കിൽ തന്നെ ഇത് നമ്മുടെ ആ ഒരു കാലിബ്രേഷൻ അപ്പാരറ്റസ് എന്നൊക്കെ പറഞ്ഞു വരത്തില്ലേ, ആ ഒരു ഏരിയ വരുന്ന ചോദ്യമാണ്. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡാ. ഇനി ഇത് എങ്ങനെ വന്നെന്ന് പറഞ്ഞുതരാം. സി, ക്രോമിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കിട്ടുന്നത് ഈ ക്രോമിയം ട്രൈ ഓക്സൈഡ് എന്ന് പറയും, CrO3. ഇത് കോൺസെൻട്രേറ്റഡ് ഈ H2SO4 റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്രോമിക് ആസിഡ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ക്രോമിക് ആസിഡിന്റെ ഫോർമുല എന്ന് വെച്ചാല് H2CrO4. ഇനി ഈ ക്രോമിക് ആസിഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? അതായത് നമ്മുടെ ഈ ഫുൾ ആയിട്ടുള്ള കൂടുതലും ഈ ലാബ് അപ്പാരറ്റസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് പവർഫുൾ ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ് കേട്ടോ. അപ്പൊ ലാബ് അപ്പാരറ്റസ് ഒക്കെ ക്ലീൻ ചെയ്യാനും കുറച്ചും കൂടെ ബെസ്റ്റ് ആയിട്ട് കാലിബ്രേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്രോമിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്രോമിക് ആസിഡ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാ? ക്രോമിക് ട്രയോക്സൈഡും അതേപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് H2SO4ഉം. നെക്സ്റ്റ് നോക്കിയാട്ടെ, ബിയർ-ലാംബർട്ട്സ് ലോ ഈസ് അപ്ലൈഡ് ഇൻ ദ ഇൻസ്ട്രുമെന്റ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് എന്ത് നോക്കിയിട്ടില്ല?
ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല, നമ്മുടെ സിലബസിലുള്ളതല്ല, പക്ഷെ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു കെമിസ്ട്രി കേട്ടോ. ബിയർ ലാംബർട്സ് ലോ എന്ന് പറയുന്നത് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഓപ്ഷൻസ് നോക്കിയ മൈക്രോസ്കോപ്പ് അല്ല. എടേ നമുക്കൊരു ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യാനായിട്ട് പറ്റണം? ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റണം. മൈക്രോസ്കോപ്പ് ഒരിക്കലും അല്ല, മൈക്രോസ്കോപ്പിനകത്ത് ബിയർ ലാംബർട്സ് ലോ വരത്തേയില്ല. pH മീറ്റർ അല്ല. പിന്നുള്ളത് ഇൻക്യുബേറ്ററാ. നമുക്കറിയാവുന്ന മുട്ടയൊക്കെ വിരിക്കാനുള്ളതല്ലേ ഇൻക്യുബേറ്റർ. ഇപ്പൊ ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നല്ലേ, അപ്പൊ അതിൽ എന്തായാലും ഇല്ല. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കളറിമീറ്റർ ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി എന്താണ് ബിയർ ലാംബർട്സ് ലോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പഠിച്ചു വെച്ചോ, പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളിപ്പോ ഒരു അബ്സോർബൻസ് എടുക്കത്തില്ലേ, ഈ അബ്സോർബൻസ് എ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷനിലും ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അതേപോലെ തന്നെ പാത്ത് ലെങ്ത് പറയും. ആ പാത്ത് ലെങ്തിന് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ലോയെ വിളിക്കുന്ന പേരാണ് ബിയർ ലാംബർട്സ് ലോ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ദ കളറിമീറ്റർ. കളറിമീറ്ററിന്റെ ഇനി എന്തിനാണ് കളറിമീറ്റർ യൂസ് ചെയ്യുന്നത്? കളറിമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കളേർഡ് സൊല്യൂഷൻസ് ഇല്ലേ, ഈ കളേർഡ് സൊല്യൂഷൻസിനെ ചെറിയൊരു ക്യുവറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്ടാംഗിൾ ആയിട്ടുള്ള എന്താ ചെറിയൊരു നമ്മളൊരു സാമ്പിൾ കളക്ടർ പോലിപ്പിക്കും, അതിലോട്ടിടും. എന്നിട്ട് അതിനകത്ത് സ്യൂട്ടബിൾ വേവ് ലെങ്ത് പാസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അതിന്റെ വേവ് ലെങ്ത് അബ്സോർബൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായ എന്താ കളറിമീറ്റർ എന്ന് പറയുന്നത്. അത് ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ഫ്രം. ബ്ലീച്ചിങ് പൗഡർ എന്തിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ബ്ലീച്ചിങ് പൗഡർ നമ്മൾ PSC പരീക്ഷ പഠിക്കുന്ന കാലം തൊട്ടേ പഠിക്കുന്നതാണ്. ജനറൽ ആയിട്ടും എന്ത് ചോദിച്ചിട്ടുണ്ട്? ഈ പറയുന്ന പോലെ ബ്ലീച്ചിങ് പൗഡറിനെ കുറിച്ച് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അല്ലെ. ബ്ലീച്ചിങ് പൗഡറിൽ എന്താണ് നടക്കുന്നത്? എന്താണ് ബ്ലീച്ചിങ് പൗഡറിനകത്തുള്ളത്? സോഡിയം നമ്മൾ പറഞ്ഞ ഹൈപ്പോക്ലോറേറ്റ് ആണെന്നുള്ളത് അല്ലെ. കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ് എന്ത്? ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയും. അല്ലെങ്കിൽ CaOCl2 നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് അല്ലെ. ഈ ബ്ലീച്ചിങ് പൗഡറിൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ബെൻസാൽഡിഹൈഡ് ആണോ, ഗ്ലൂട്ടറാൽഡിഹൈഡ് ആണോ, ഹൈപ്പോക്ലോറൈറ്റിൽ നിന്നാണോ, സോഡിയം ക്ലോറൈഡിൽ നിന്നാണോ? ബ്ലീച്ചിങ് പൗഡറിന്റെ പേരറിയാമെങ്കിൽ ഈ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. ഓപ്ഷൻ സി ഏതാണ്? ഹൈപ്പോക്ലോറൈറ്റ് ആണ്. ഓക്കെ ആണോ പറയുന്നത്? അപ്പൊ എന്താ ബ്ലീച്ചിങ് പൗഡർ എന്ന് വെച്ചാല് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. അപ്പൊ അടുത്ത ചോദിക്കാൻ പോകുന്നത് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിന്റെ ഫോർമുല. എന്താ ബ്ലീച്ചിങ് പൗഡറിന്റെ ഫോർമുല? CaOCl2 ആണ് എന്തെന്ന് പറയുന്നത്? ബ്ലീച്ചിങ് പൗഡറിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറയണത്? ഇനി ഇതിന്റെ ബ്ലീച്ചിങ് ആക്ഷൻ ആണ് നോക്കുന്നത്. അപ്പൊ ബ്ലീച്ചിങ് ആക്ഷനിൽ നോക്കുമ്പോൾ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് പ്രിപ്പറേഷൻ ആണ് പറയുന്നത്. കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് എങ്ങനെ ഫോം ചെയ്യുന്നു? കാൽഷ്യം ഹൈഡ്രോക്സൈഡും ക്ലോറിനും ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നത്? കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ഫോം ചെയ്യുന്നത് കേട്ടോ. നോക്കിയേ, ക്ലോറിൻ ഗ്യാസിനെ സ്ലേക്കഡ് ലൈം. അപ്പൊ എന്താ സ്ലേക്കഡ് ലൈം എന്ന് വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ. കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്ന പേരാ എന്ത്? സ്ലേക്കഡ് ലൈം എന്ന് പറയുന്നത്. അപ്പൊ ക്വിക്ക് ലൈം എന്താണ്? ഒന്ന് കമന്റ് ചെയ്തേ, ഇതിനകത്തുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേ. എന്താ ക്വിക്ക് ലൈം എന്ന് പറയുന്നത്? ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നോക്കിയേ, ദ റിയാക്ഷൻ ഫോംസ് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് എലോങ് വിത്ത് ഏതാണ്? കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് വാട്ടർ. അപ്പം എന്താ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്? എന്താണ് ബ്ലീച്ചിങ് പൗഡർ? അതിന്റെ എന്തൊക്കെ റിയാക്ടന്റ് വെച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സോൾട്ട് ഈസ് ഏബിൾ ടു ഡിസോൾവ്. അതായത് ഇനി ഫർദർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു സോൾട്ടിനെയും ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരെന്താണ്? എന്താ വിളിക്കാം? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാണോ നമ്മൾ വിളിക്കാം? പെർസെന്റ് സൊല്യൂഷൻ എന്നാണോ വിളിക്കാം? മോളാർ സൊല്യൂഷൻ എന്നാണോ വിളിക്കാം? അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്നാണോ നമ്മൾ വിളിക്കാം? ഏതായിരിക്കും? ഇതിന്റെ ഉത്തരം നമുക്കറിയാം. ഓപ്ഷൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കണ്ടേ എന്താ മോളാർ സൊല്യൂഷൻ എന്ന് പറയുന്നത്? 1 മോൾ ആയിട്ടുള്ള സൊല്യൂഷനെ നമ്മൾ എന്ത് പറയും? മോളാർ സൊല്യൂഷൻ എന്ന് പറയും അല്ലെ. ഇനി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന ടേം, പെർസെന്റേജ് സൊല്യൂഷൻ അല്ല, നമ്മൾ സൊല്യൂഷന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ ആണ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്? കണ്ടുപിടിക്കാറുള്ളത് അല്ലെ. ഇനി നോക്കിയേ, എന്താണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ?
ഈ കേസിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? ടൈട്രേഷൻ പറയാൻ പറ്റുന്നത്. നമ്മൾ ടൈട്രേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ പണ്ട് 12ാം ക്ലാസ്സിലൊക്കെ പഠിച്ചാലും നീളമുള്ളൊരു കൊള്ളു കാണില്ലേ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ബ്യൂററ്റ് എന്ന് വിളിക്കും. ഈ ബ്യൂററ്റിനകത്ത് ഒരെണ്ണം എടുക്കും, അതേപോലെ ഒരു സൊല്യൂഷൻ നമ്മൾ പിപ്പറ്റ് ചെയ്യും. നമ്മൾ പിപ്പറ്റ് ചെയ്ത് ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ വെക്കും. എന്നിട്ട് നമ്മൾ അത് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ടൈട്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ടൈട്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും അവിടെ വേണമെന്നൊരു കാര്യമാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഈ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്താണെന്നറിയാമോ? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ വിത്ത് നോൺ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ അറിയാവുന്ന, നമുക്ക് കോൺസെൻട്രേഷൻ പക്ക അറിയാവുന്ന ഒരു സൊല്യൂഷനെ വിളിക്കുന്ന പേരാ എന്ത്? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഈ സ്റ്റാൻഡേർഡ് സൊല്യൂഷന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഏതെങ്കിലും ഒക്കെ പറയാമോ? ഓക്സാലിക് ആസിഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ അല്ലേ? ഓക്സാലിക് ആസിഡ് നിങ്ങൾ പെർമാംഗനോമെട്രി ചെയ്തിട്ടുള്ളതല്ലേ? ഓക്സാലിക് ആസിഡ് ഇല്ലേ? ഇതെല്ലാം എന്തായിട്ട് യൂസ് ചെയ്യുന്നതാണ്? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. അതായത് പ്രൈമറി, ഇതിനകത്ത് നമ്മൾ നോൺ കോൺസെൻട്രേഷൻ ഉള്ളതിനെ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്നും, ഇത് വെച്ചിട്ട് നമ്മൾ വേറെ അറിയാത്തതൊന്നിനെ കണ്ടുപിടിക്കും. ഓക്കെ ആണോ? അപ്പൊ നോൺ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ അൺനോൺ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ വരുന്ന ഒരു ടേം ആണ് എന്താണ് പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്താ പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ? ആ സൊല്യൂഷൻ വിത്ത് നോൺ കോൺസെൻട്രേഷനെ വിളിക്കുന്ന പേരായിട്ട് പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. നോക്കിയേ, റിവേഴ്സ് ഓസ്മോസിസ് ഇസ് യൂസ്ഡ് ടു പ്രിപ്പയർ. നല്ല ചോദ്യമാണ്. ഓസ്മോസിസ്, റിവേഴ്സ് ഓസ്മോസിസ്, ഈ പറയുന്നത് പോലെ ഡിസ്റ്റിലേഷൻ, ഇതെല്ലാം ആർക്ക് ഇഷ്ടമാണ്? ഈ PSC എഴുതുന്നവർക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ. അപ്പൊ സ്ഥിരമായിട്ട് ഇവർ ചോദിക്കുന്നതാ. നോക്കിയേ, ഓസ്മോസിസ് എന്താന്ന് അറിയണം. എന്താ ഓസ്മോസിസ്? പാസേജ്. നിങ്ങൾ ഒന്നും വേണ്ട, ഓസ്മോസിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, അത് വെച്ച് നിങ്ങൾ അങ്ങ് പഠിക്കാം. നമ്മള് ഇപ്പം മാങ്ങയൊക്കെ ഇട്ടിട്ട് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കും അച്ചാറിടാനായിട്ട് അല്ലെ. അപ്പൊ എന്താ പറ്റുക? ഈ മാങ്ങയ്ക്കകത്തുള്ള വെള്ളം എങ്ങോട്ട് ഇറങ്ങിപ്പോവും? ഉപ്പിനകത്ത് ഇറങ്ങിപ്പോവും. അപ്പൊ കുറെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇട്ട കല്ലുപ്പെല്ലാം വെള്ളമായിട്ടായിരിക്കും കിട്ടുക അല്ലെ. ഉപ്പിനകത്ത്, അതായത് മാങ്ങയ്ക്കകത്തുന്ന വെള്ളം എങ്ങോട്ട് ഇറങ്ങും? ഉപ്പിനകത്തോട്ട് ഇറങ്ങും അല്ലെ. അപ്പൊ മാങ്ങയെല്ലാം അങ്ങ് ചുരുങ്ങും, ഷ്രിങ്ക് ചെയ്യും. ഇനി നേരെ തിരിച്ച് ഉണക്കമുന്തിരി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഉണക്കമുന്തിരി എന്ത് ചെയ്യും? സ്വെല്ല് ചെയ്യും, വികസിക്കും അല്ലെ, വലുതായിട്ട് വരും. അതും എന്തുകൊണ്ടാ? ഈ ഉണക്കമുന്തിരിക്കകത്ത് വെള്ളമില്ല. അപ്പോൾ ചുറ്റുമുള്ളതിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് ഉണക്കമുന്തിരിയിലോട്ട് കയറും അല്ലെ. ഈ പരിപാടിയെ പറയുന്ന പേരായി എന്തെന്ന് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയും. അതായത് flowing അല്ലെങ്കിൽ പാസേജ് ഓഫ് എ സോൾവെന്റ് മോളിക്യൂൾ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. എങ്ങനെയാ പോകുന്നത്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് എങ്ങോട്ട് പോകും? ലോവർ കോൺസെൻട്രേഷനിലോട്ട് എന്ത് ചെയ്യും? പാസേജ് നടക്കും ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. നമ്മുടെ എഗ്ഗിന്റെ ആൽബുമിന്, അതേപോലുള്ളതൊക്കെ പൊട്ടറ്റോടെ തൊലി, ഇതെല്ലാം എന്താണ്? സെമി പെർമിയബിൾ മെമ്പറൈൻ എക്സാമ്പിളാ. എന്താ സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് വെച്ച് കഴിഞ്ഞാല് സെലക്റ്റീവ്ലി മാത്രം പാസേജ് വിടുന്നതിനെ പറയുന്ന പേരായി എന്ത്? സെമി പെർമിയബിൾ മെമ്പറൈൻ. എല്ലാവരെയും അങ്ങോട്ട് കടത്തിവിടത്തില്ല, സെലക്റ്റീവ്ലി കുറച്ച് ആൾക്കാരെ മാത്രമേ കടത്തിവിടത്തുള്ളൂ. അതിനെ വിളിക്കുന്ന പേരായി എന്ത്? സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് നമ്മൾ പറയും. ഓക്കെ ആണോ? ഇനി നോക്കി, എന്താ റിവേഴ്സ് ഓസ്മോസിസ്? ഈ ഓസ്മോസിസ് ഒരു എക്സ്റ്റേണൽ ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളിപ്പോ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയാം. അപ്പൊ ഇതിന് എക്സ്റ്റേണൽ കൂടുതൽ ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിലും ഈ ഓസ്മോസിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. ഓക്കെ ആണോ പറയുന്നത്? അതായത് ഹയർ ടു ലോവർ ആയിട്ടുള്ളത് തിരിച്ച് എക്സ്ട്രാ പ്രഷർ കൊടുക്കുമ്പോൾ ലോവർ ടു എന്തായിട്ട് പോകും? ഹയറിലോട്ട് സോൾവെന്റ് മോളിക്യൂൾസ് പാസ് ചെയ്യും ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. ഈ പരിപാടിയെ വിളിക്കുന്ന പേരായി റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് +2 NCERT സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്ന ചോദ്യമാണ്. ഈ റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ ഡീഅയണൈസ്ഡ് വാട്ടർ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഡീഅയണൈസ്ഡ് വാട്ടറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം എന്താണ് ഡീഅയണൈസ്ഡ് വാട്ടറും ഡിസ്റ്റിൽഡ് വാട്ടറും എന്ന് പറയുന്നത്? ഓക്കെ അല്ലേ? മീൻസ് ഈ ഡിസ്റ്റിൽഡ് വാട്ടറും ഡീഅയണൈസ്ഡ് വാട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഡീഅയണൈസ്ഡ് വാട്ടറിൽ എന്തായിരിക്കും? അതിനകത്തുള്ള എന്ത് പോവും? ഡിസോൾഡ് മിനറൽ അയോൺസ്, സോൾട്ട്, ഇംപ്യൂരിറ്റീസ് എല്ലാം എന്ത് ചെയ്തു പോകും? റിമൂവ് ചെയ്തു പോകും. ഈ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റിലേഷൻ, വാട്ടർ പെട്ടെന്ന് ബോയിൽ ചെയ്ത് വേപ്പറായി
ആ വേപ്പറിനെ കണ്ടൻസ് ചെയ്ത് കളക്ട് ചെയ്ത് നമുക്ക് കിട്ടും വെള്ളമായിട്ട്. അതിനെ പറയുന്ന പേരായിട്ട് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഉത്തരം മറക്കല്ലേ, ഡിസ്റ്റിൽഡ് വാട്ടർ അല്ല, ഉത്തരം ഡി അയണൈസ്ഡ് വാട്ടർ ആണ്. ഇനി സോൾട്ട് വാട്ടറിൽ നിന്ന് നമ്മൾ എന്തിന്റെ പ്രിപ്പറേഷനിലോട്ട്, കുടിക്കാനുള്ള പോർട്ടബിൾ വാട്ടറിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പരിപാടിയും ഏത് തന്നെയാണ്, റിവേഴ്സ് ഓസ്മോസിസ് തന്നെയാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ ഓക്കെ ദേ വന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ലോവസ്റ്റ് പി എച്ച്? നല്ലൊരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ജയിലിലേക്ക് വന്നതാണ്. ഓക്കെ അല്ലെ, ജയിലിലേക്ക് വന്നതാണ്, ഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം അറിയാമോ? ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ 1 മോളാർ, ഓപ്ഷൻ ബി 0.1 മോളാർ, ഓപ്ഷൻ സി 0.1 മോളാർ, ഓപ്ഷൻ ഡി 0.001 മോളാർ HCl. ആർക്കെങ്കിലും ഉത്തരം അറിയോ? ഉത്തരം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, നമുക്ക് നോക്കാം, സാരില്ല, അറിയില്ലേ കുഴപ്പമില്ല, നമ്മൾ പഠിക്കാം കേട്ടോ. പി എച്ച് ആദ്യം എന്താന്ന് അറിയണം അല്ലെ. പി എച്ച് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗറിതം ഓഫ് ദി എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ. പി എച്ച് എന്ന് വെച്ചാൽ എന്താ, ഒന്നും കൂടെ പറയാം കേട്ടെ. നെഗറ്റീവ് ലോഗറിതം ഓഫ് ദ എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷനെ വിളിക്കുന്ന പേരായി എന്ത്, പി എച്ച് എന്ന് നമ്മൾ പറയും. ഓക്കെ ആണോ? നോക്കിയാട്ടെ, ഈ പി എച്ച് സോറൻസൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഒരു സ്കെയിൽ കൊണ്ടുവന്നത്. അതില് 1 to 14 ആണുള്ളത്. ഒത്ത മിഡില് 7 വരും. 7 ആ എന്തെന്ന് പറയുന്നത്, ന്യൂട്രൽ എന്ന് പറയുന്നത്. 7-ൽ കുറവുള്ളതെല്ലാം അസിഡിക് നേച്ചറും, അതേപോലെ തന്നെ 7-ൽ കൂടുതലുള്ളതെല്ലാം ഏത് നേച്ചറുമാ പറയുന്നത്, ഏത് നേച്ചറുമാ വരുന്നത്, ബേസിക് നേച്ചറുമാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പി എച്ചിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഈ പറയുന്നതിൽ ഏതിലാണ് ലോവസ്റ്റ് പി എച്ച് ഉള്ളതെന്ന്. 1 മോളാർ HCl. അപ്പൊ 1 മോളാർ HCl എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എച്ച് പ്ലസ് ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ എത്രയായിരിക്കും, 1 മോളാർ ആയിരിക്കും. ഇതിനകത്ത് 1 × 10⁻⁻² മോളാർ ആയിരിക്കും. ഇതിനകത്ത് 1 × 10⁻⁻1 മോളാർ ആയിരിക്കും. ഇതില് 1 × 10⁻³ മോളാർ ആയിരിക്കും. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാം, ഈ പി എച്ച് കണ്ടുപിടിക്കാൻ പോവാം. പി എച്ച് നോക്കിയാട്ടെ, ആദ്യം 1 മോളാർ HCl. എങ്ങനെയാ കണ്ടുപിടിക്കുക 1 മോളാർ HClന്റെ? നെഗറ്റീവ് ലോഗറിതം ഓഫ് എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നെഗറ്റീവ് ലോഗ് 1. ഇടയിൽ ലോഗ് 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്നറിയാമോ, 0. അപ്പൊ ഇതിന്റെ പി എച്ച് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഓൾറെഡി നമുക്ക് ഉത്തരം കിട്ടി. എന്നാലും നമുക്ക് ബാക്കിയുള്ളതൂടെ ചെയ്ത് നോക്കാം. രണ്ടാമത് നോക്കിക്കേ, രണ്ടാമത്തത് 0.1. ഞാൻ ഈ 0.1നെ എങ്ങനെ എഴുതാം, മൈനസ് ലോഗ് 1 × 10⁻⁻1 എന്ന് എടുക്കരുതോ. എടെ നോക്കിയേ, ലോഗ് a⁻x എന്ന് വെച്ചാൽ എക്സ് ലോഗ് എ ആണ്. അങ്ങനാണെങ്കിൽ ലോഗ് 10⁻⁻x എന്ന് വെച്ചാൽ എന്താ, -x ലോഗ് 10 ആണ്. അങ്ങനാണെങ്കിൽ ലോഗ് 10ന്റെ വാല്യൂ 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, എന്ത് കിട്ടും, -1 × ലോഗ് 10. മൈനസ് ഇൻറ്റു മൈനസ് എത്ര കിട്ടി, +1 കിട്ടിയല്ലോ. ഇത്രയൊക്കെയാണേ. ഇനി അടുത്ത നോക്കിയാട്ടെ, രണ്ടാമത്തെ കേസ്. ഓക്കെ, ഒന്നുകൂടെ പറയാം, കുഴപ്പമില്ല. എടാ ഇത്രയും നോക്കാം. ഇത് കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് നമ്മൾ പറയുന്നത്. അതായത് എന്താണെന്നറിയാമോ, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. പി എച്ച് എന്ന് വെച്ചാൽ എന്താ, നെഗറ്റീവ് ലോഗറിതം ഓഫ് എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷനെ പറയുന്ന പേരാണ് പി എച്ച് എന്ന് നമ്മളോട് പറയുന്നത്. ഇവിടെ നമ്മളോട് പറയുന്നത് ലോവസ്റ്റ് പി എച്ച് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കാം. ശ്രദ്ധിച്ചേ, ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷനാണ്. ഈ HCl എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്നത്, ഈ H+A+Cl- ആയിട്ടല്ലേ ഈ സാധനം ഡിസോസിയേറ്റ് ചെയ്യാം. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുമ്പം ഈ H+ന്റെ അയോൺ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ 1 മോളാർ എന്ന് പറഞ്ഞു തരാം. ഇവിടെ 0.1. ഈ 0.1 എന്ന് വെച്ചാൽ 1/10 അല്ലേ, അതായത് 10⁻⁻1 അല്ലേ. അതാ ഇവിടെ ഞാൻ എഴുതിയിരിക്കാം.
0.01 എന്ന് വെച്ചാൽ 1/100 അല്ലേ, അതായത് 1/10². ഇത് മുകളിലോട്ട് പോകുമ്പോ 10⁻², വരില്ലേ. ഇവിടെ നോക്കിയേ 1/1000, അതായത് 10⁻³ വരില്ലേ. ഇത്രയും എനിക്ക് കിട്ടിയത് H+ന്റെ കോൺസെൻട്രേഷൻ ആണ്. ഈ കോൺസെൻട്രേഷൻ വെച്ചിട്ട് ഞാൻ എന്ത് കണ്ടുപിടിക്കണം? pH കണ്ടുപിടിക്കണം. ഇവിടം വരെ പറയുന്ന കാര്യങ്ങൾ ഓക്കെയാണോ? ആ pH ഞാൻ ഇപ്പൊ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തതിന്റെ 1 ആ കിട്ടിയത്. നോക്കിയാട്ടെ, നെഗറ്റീവ് ലോഗ് H+ന്റെ കോൺസെൻട്രേഷൻ 1. ആലോചിച്ച് നോക്കിക്കോ, ലോഗ് 1ന്റെ വാല്യൂ 0 അങ്ങനെയാണെങ്കിൽ 0. രണ്ടാമത് 0.1. 0.1 എന്ന് വെച്ചാൽ 10⁻⁻1. അതായത് there is a mathematical relation that states that log a⁻x എന്ന് വെച്ചാൽ x log a ആണ്. അതായത് ലോഗ് 10⁻1 എന്ന് വെച്ചാൽ 1 log 10 ആണ്. ലോഗ് 10⁻⁻1 എന്ന് വെച്ചാൽ -1 log 10 ആണ്. ആണേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കിട്ടത്തില്ലേ? ഇപ്പൊ മനസ്സിലായോ ഗൗരിക്ക്? ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, ഇനി ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ നെഗറ്റീവ് ലോഗ് 10⁻². എങ്ങനെ എഴുതാം? -(-2) ഇൻറ്റു ലോഗ് 10. അതായത് വാല്യൂ എത്ര കിട്ടി? ഇവിടെ 2 കിട്ടി. ഇവിടെ നോക്കിയേ, ഇത് 10⁻⁻3 മൈനസ് ലോഗ് 10⁻⁻3. അതായത് -(-3) ഇൻറ്റു ലോഗ് 10. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. വാല്യൂ എത്ര കിട്ടും? 3 കിട്ടും. അപ്പം ഏറ്റവും കുറവ് pH ഉള്ളത് ആർക്കാണെന്നാ നമുക്ക് മനസ്സിലായത്? ഓപ്ഷൻ എ അല്ലേ. ഇപ്പൊ വൃത്തിയായിട്ട് മനസ്സിലായോ? ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ഇനി ചെയ്യാൻ പറ്റുമല്ലോ. ഫൈൻ, ഓക്കെ, വെരി ഗുഡ്. അടുത്ത് നോക്കിയാട്ടെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെക്കൻഡറി സെൽ? അപ്പൊ എന്താണ് പ്രൈമറി സെൽ എന്നറിയണം. ഇത് നമ്മുടെ +2 NCERT മൂന്നാമത്തെ ചാപ്റ്റർ ആയ ഇലക്ട്രോ കെമിസ്ട്രിയില് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. നിങ്ങൾക്ക് 15 മാർക്കും കിട്ടും. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഡിസ്കസ് ചെയ്യുന്ന വൃത്തിയായിട്ട് കേൾക്കുക. NCERTയുടെ ടെക്സ്റ്റും കൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ ആണോ? അല്ലെങ്കിൽ അതുപോലെ തന്നെ കണ്ടന്റ്സ്, നമ്മൾ തന്നിരിക്കുന്ന കണ്ടന്റ്സ് വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. നമുക്ക് കെമിസ്ട്രിയിലുള്ള 15 മാർക്കും നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ക്ലിയർ ആയോ? നോക്കിയാട്ടെ, ഞാൻ റെഫറൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരുമല്ലോ. PSC എവിടെ നിന്നാണ് ഈ ചോദ്യങ്ങൾ കൊണ്ടുവരുന്നതെന്ന് ഡൗട്ട് വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഈ ടോപ്പിക് പറഞ്ഞത് കേട്ടോ. ഇനി ഇങ്ങോട്ട് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെക്കൻഡറി സെൽ? ഡ്രൈ സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്, മെർക്കുറി സെല്ല്, നൺ ഓഫ് ദീസ്. ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താട്ടെ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്താട്ടെ. ആർക്കെങ്കിലും ഉത്തരം അറിയാമോ? കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, ആദ്യം എന്താണ് സെക്കൻഡറി സെല്ലും എന്താണ് പ്രൈമറി സെല്ലും എന്ന് അറിയണം. ഞാൻ പറഞ്ഞുതരാം. ഡ്രൈ സെൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പ്രൈമറി സെൽ. കേട്ടോ, ഉത്തരം വന്നുപോയല്ലേ? നോക്കട്ടെ, നോക്കിയേ. ഡ്രൈ സെൽ ഈസ് എക്സാമ്പിൾ ഓഫ് എ പ്രൈമറി സെൽ. മെർക്കുറി സെൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏത് സെല്ലാണ് പിള്ളേരെ? പ്രൈമറി സെൽ. ഈ ഡ്രൈ സെല്ലിന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിലെ ക്ലോക്കിലിടുന്ന ബാറ്ററി, റിമോട്ടിലിടുന്ന ബാറ്ററി, ഇതാണ് ഡ്രൈ സെൽ എന്ന് പറയുന്നത്. ഇനി മെർക്കുറി സെൽ എന്ന് വെച്ചാൽ നമ്മുടെ വാച്ചിലുള്ള ബാറ്ററി, ഹിയറിംഗ് എയ്ഡിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി, വാച്ച്, അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ ഇല്ലേ, ഇതിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി, ഇതാണ് മെർക്കുറി സെൽ എന്ന് പറയുന്നത്. സി, വൺസ് ചാർജ് ചെയ്താൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് 1 ടൈം യൂസ് ആണ്. ഈ ബാറ്ററി കഴിഞ്ഞാൽ നമ്മള് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റൂല. ഈ ഡ്രൈ സെല്ലിന്റെ വോൾട്ടേജ് 1.5 വോൾട്ട് ആണ് കേട്ടോ, നോക്കിക്കോണേ. അതുപോലെ മെർക്കുറിയുടെ 1.35 വോൾട്ടും കേട്ടോ. കറക്റ്റ് ആയിട്ടൊന്ന് നോക്കിക്കോണം കേട്ടോ. അപ്പൊ നോക്കിയാട്ടെ, ഡ്രൈ സെല്ലിന്റെ കാര്യം പറയുന്നത്, അതേപോലെ തന്നെ മെർക്കുറി സെല്ലിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. അതായത് പ്രൈമറി സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ല് 1 ടൈം യൂസ് ആണ്, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിക്കൽ കാഡ്മിയം സെല്ല്, അതുപോലെ ലിഥിയം അയോൺ, നമ്മുടെ ലിഥിയം അയോൺ സെല്ല്, റീചാർജ്, നമ്മുടെ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന റീചാർജ് ചെയ്യുന്ന ബാറ്ററി, അതുപോലെ തന്നെ നമ്മുടെ യൂസ് ചെയ്തില്ലേ ലെഡിന്റെയും സൾഫ്യൂരിക് ആസിഡിന്റെയും ഒക്കെ വെച്ചിട്ട് ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയത്തില്ലേ, നമ്മുടെ ഇൻവെർട്ടറിനകത്തൊക്കെ യൂസ് ചെയ്തില്ലേ ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം സെല്ല്, ലിഥിയം, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ആണ്. സെക്കൻഡറി സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. സച്ച് ടൈപ്പ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്.
അപ്പൊ ഉത്തരം ഏതാണ് ഇതില്? ഓപ്ഷൻ ബി ആണ്. ആദ്യം കിട്ടിയില്ല, ഇനി തൊട്ടുള്ളതെല്ലാം എന്ത് ചെയ്തോണം? കറക്റ്റ് ആയിട്ട് ആൻസർ മാർക്ക് ചെയ്തോണം കേട്ടോ. ഇനി തെറ്റരുത് സെൽസിന്റെ കേസ് വരുമ്പോ. നോക്കിയേ, സെക്കൻഡറി സെൽ ഇസ് എ റീചാർജബിൾ ഇലക്ട്രോ കെമിക്കൽ സെൽ. എന്താ ഇലക്ട്രോ കെമിക്കൽ സെൽ? എന്താ ഇലക്ട്രോ കെമിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ് അല്ലെ. ഇലക്ട്രിക്കൽ കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് റീചാർജ് ചെയ്യാനായിട്ട് പറ്റും. നിക്കൽ കാഡ്മിയം സെൽ സെക്കൻഡറി ബാറ്ററിക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി നോക്കിയേ, ഡ്രൈ സെല്ലിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ലെക്കലാഞ്ചേ സെൽ എന്ന് നമ്മൾ പറയും കേട്ടോ. ലെക്കലാഞ്ചേ സെൽ. ഇതിലെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്തായിരിക്കും? ഒറ്റ പ്രാവശ്യമേ നടക്കത്തുള്ളൂ. അത് നോൺ റീചാർജബിൾ ആണ്. അതേപോലെ തന്നെ ഏത് യൂസാ വരുന്നത്? സിംഗിൾ യൂസ് ആയിട്ടാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പ്രൊസീഡ് ചെയ്യട്ടെ. ഓക്കെ, സ്മോക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. നല്ല ചോദ്യം. സ്മോക്ക് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഈ കെമിസ്ട്രി എവരിഡേ ലൈഫിലൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിൽ നോക്കിയേ, ഫോം ആണോ, സോൾ ആണോ, ജെല്ലാണോ, എയറോസോൾ ആണോ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നിങ്ങളെ ഓപ്ഷനും കൂടെ അറിയാവുന്നെങ്കിൽ കമന്റ് ചെയ്യാം. ഡി, എയറോസോൾ ആണ്. ഓക്കെ, ഗൗരി പറയുന്നു ഡി ആണ്. ഓക്കെ, 2-3 പേര് ഡി പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ഡി ആണ്. ഇതിപ്പോ നിങ്ങൾ എന്ത് പഠിക്കണം എന്നറിയാമോ? ഈ ഒരു ടേബിള് വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? റിലേറ്റഡ് ഫാക്ട്സും കൂടെ പഠിച്ചു പോവാം. സോളിഡ് നമ്മൾ പറഞ്ഞു കൊളോയിഡ്സിനെയാ പറയണത്. ഓക്കെ അല്ലേ? ഈ കൊളോയിഡ്സിന്റെ കേസാ പറയുന്നത്. നമ്മൾ ഈ ഒരു സൊല്യൂഷനില് സോൾവെന്റും സൊല്യൂട്ടും ഉള്ളതുപോലെ തന്നെ കൊളോയിഡ്സിലുള്ള സംഭവമാണ് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും. നമ്മുടെ സൊല്യൂട്ടിന് ഇക്വലന്റ് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, സോൾവെന്റിന് ഇക്വലന്റ് ആണ് ഡിസ്പെർഷൻ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ ആണോ പറയണത്? ഇനി ഒന്ന് നോക്കിയാട്ടെ. സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ് ആണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് സോളിഡ് സോൾ എന്ന് വിളിക്കും. സോളിഡും സോളിഡും കൂടെ സോളിഡ് സോള്. എക്സാമ്പിൾ എന്തൊക്കെയാ? കളേർഡ് ഗ്ലാസസ്, ജെംസ്റ്റോൺസ് എക്സെട്ര. സോളിഡും ലിക്വിഡും കൂടെ ആണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് സോള്. സോളിന് എക്സാമ്പിൾ ഏതൊക്കെയാ? പെയിന്റ്, സെല്ലിന്റെ ഫ്ലൂയിഡ്സ്. സോളിഡും ഗ്യാസും കൂടിയാണെങ്കിൽ എയറോസോൾ. ദാ കിടക്കുന്നു നമ്മുടെ ചോദ്യം PYQ. കണ്ടോ? സോളിഡും ഗ്യാസും കൂടെ വരുവാണെങ്കിൽ എയറോസോൾ ആണ്. എക്സാമ്പിൾ എന്താ? സ്മോക്കും ഡസ്റ്റും. ഇനി ലിക്വിഡും സോളിഡും കൂടെ ചേരുകയാണെങ്കിൽ ജെല്ലാണ്. ജെല്ല്. ലിക്വിഡും സോളിഡും കൂടെ ജെല്ലാണ്. ചീസ്, ബട്ടർ, ജെല്ലീസ് ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ജെല്ലിന് എക്സാമ്പിൾ. ടൈപ്പ് ഓഫ് കൊളോയിഡ. ലിക്വിഡും കൂടെ ആണെങ്കിൽ ഇമൽഷൻ ആണ്. പ്രീവിയസ് ചോദ്യം പഠിച്ചിരുന്നു. അടുത്തത് ഇതായിരിക്കും ചിലപ്പോൾ വരുന്നത്. എന്താ? ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡിനെ പറയുന്ന പേരാണ് എമൽഷൻ. മിൽക്ക്, ഹെയർ ക്രീം ഇതെല്ലാം എന്തിന് എക്സാമ്പിളാ? എമൽഷൻ. മിൽക്ക് മൾട്ടിപ്പിൾ ടൈംസിൽ ചോദിച്ചതാണ് മിൽക്ക് എന്താണെന്നുള്ളത്. മിൽക്ക് എന്താ? എമൽഷനാ. ഈ ലിക്വിഡും ഗ്യാസും കൂടെ വരുന്നതാണ് എയറോസോൾ. അതാ കിടക്കുന്നതുണ്ടോ? ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, ഇൻസെക്ടിസൈഡ് സ്പ്രേ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മൾ ഈ പറയുന്ന എയറോസോളിന് എക്സാമ്പിൾ ആണ്. ഗ്യാസും സോളിഡും കൂടെ വരുവാണെങ്കിൽ സോളിഡ് സോൾ എന്ന് പറയും. പ്യൂമിക് സ്റ്റോൺ, ഫോം, റബ്ബർ ഇതൊക്കെയാണ് എക്സാമ്പിൾ. ഗ്യാസ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ ഫോം ആണ്. എക്സാമ്പിൾ ഏതൊക്കെയാ? ഫ്രോത്ത്, വിപ്ഡ് ക്രീം, സോപ്പിന്റെ ലാത്ത്, പത ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആ? ടൈപ്പ് ഓഫ് കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇത് ഇത്രയും വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കണേ. സ്ക്രീൻഷോട്ട് എടുത്തു വെക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി തന്നെ എന്ത് ചെയ്യുക? എക്സാമ്പിൾ സഹിതം ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്ത് വെക്കുക? പഠിച്ചിരിക്കുക. പ്രീവിയസ് ആയിട്ട് ഒത്തിരിയും തവണ ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോകാം. Which among the following element has largest atomic radius? Largest atomic radius ആർക്കാണുള്ളത്? അപ്പം ഇത് പഠിപ്പിക്കുന്നതിനേക്കാളും മുന്നേ ഞാൻ വായിക്കാം, ഓപ്ഷൻ വായിക്കാം. സോഡിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം, അലൂമിനിയം. നിങ്ങളുടെ ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. സോഡിയം ആണോ, മഗ്നീഷ്യം ആണോ, പൊട്ടാസ്യം ആണോ, അലൂമിനിയത്തിലാണോ ഏറ്റവും കൂടുതൽ അറ്റോമിക് റേഡിയസ് ഉള്ളത്? ഏതിനാ ഉള്ളത്? സോഡിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം, അലൂമിനിയം ഏതിനായിരിക്കും? ആർക്കറിയില്ലേ? ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്താട്ടെ. പൊട്ടാസ്യം. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ ഗൗരി. പൊട്ടാസ്യം തന്നെയാണ്. അപ്പോ ഇത് പഠിക്കുമ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ ഇല്ലാതെ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല അല്ലേ. അപ്പൊ നമുക്ക് അത്യാവശ്യം എവിടെ പോണം? പീരിയോഡിക് ടേബിളിലോട്ട് പോകണം. നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നല്ലോ. പീരിയോഡിക് ടേബിൾ എന്താണെന്ന് പഠിക്കുവാണെങ്കിൽ നമ്മുടെ കുറേ കെമിസ്ട്രി ഡൗട്ടുകൾ എല്ലാം മാറും. നോക്കിയേ, നമ്മുടെ ഹെൻറി മോസ്ലി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന 118 എലമെന്റ്, 118ാമത്തെ എലമെന്റ് ആണ് OG എന്ന് പറയും, ഓർഗാനിസം എന്ന് പറയും കേട്ടോ. ആദ്യത്തേത് ഹൈഡ്രജൻ ആണ്. ഇതിനെ എത്രയായിട്ട്
ആയിട്ട് ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ. എന്താ പറയുന്നത്? അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്തു. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരായ എന്ത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പം ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പറിലാണ് അറേഞ്ച് ചെയ്തത്. അറേഞ്ച് ചെയ്തത് ഗ്രൂപ്പ് ആയിട്ടും പീരീഡ് ആയിട്ടും. ഇങ്ങനെ പോകുന്ന താഴോട്ട് പോകുന്നത്, ഇതിനെ വെർട്ടിക്കൽ ആയിട്ടുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്. മൊത്തം 18 ഗ്രൂപ്പ് ആണുള്ളത്. എത്ര പീരീഡാ? ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്നുണ്ട്. ഈ ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് പീരീഡ് എന്ന് പറയും. മൊത്തം എത്ര പീരീഡ് ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? 7 പീരീഡാ ഉള്ളത്. അപ്പൊ 2 ചോദ്യങ്ങളായി. അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡർ ഹെൻറി മോസ്ലി ആയിരുന്നു ചെയ്തതെന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? മെന്റലീവ് അറ്റോമിക് മാസിന്റെ ആണ്. ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. എത്ര ഗ്രൂപ്പാ ഉള്ളത്? 18 ഗ്രൂപ്പ്. എത്ര പീരീഡാ ഉള്ളത്? 7 പീരീഡ്. എല്ലാം പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. 7 പീരീഡാ ഉള്ളത്. ഇനി നോക്കിയാട്ടെ, ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് ആരൊക്കെയാ ഉള്ളത്? ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഇത് ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? ആൽക്കലി മെറ്റൽസ്. നോക്കിയേ, രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാ? ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇതിനെ പറയുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. നോക്കിയാട്ടെ, ഒന്നാമത്തെയും രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണ് പോകുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ഏത് ബ്ലോക്കിലാ ഉള്ളത്? എസ് ബ്ലോക്കിലാണ് ഉള്ളത്. ഇതിന്റെ ജനറൽ ഫോർമുല NS1 to 2 ആണ്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഇവിടം വരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണേ? പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക് നമ്മൾ ചെറുതായിട്ട് പറയാണ് കേട്ടോ. ഓക്കെ, ഇനി ഇങ്ങോട്ട് നോക്കിയാട്ടെ, 3 തൊട്ട് 12 വരെ. ഓക്കെ അല്ലേ? ഒരു കോഡ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്കാൻഡി, വിക്രമൻ, ഫീക്കോ, നിക്കൂസൻ എന്ന് പറയും. ഈ ഒരു കോഡ് നിങ്ങൾ പഠിച്ചു വെക്കുവാണെങ്കിൽ 21 തൊട്ട് 30 വരെയുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഈ പറയുന്ന ഇത്രേ എണ്ണത്തിന്റെയും, അതായത് 3 തൊട്ട് 12 വരെയുള്ളതിന്റെ എന്താ? ഇതെല്ലാം മെറ്റൽസ് ആണ് കേട്ടോ. ഇത് മെറ്റൽസ് ആണ്, ഇത് മെറ്റൽസ് ആണ് കേട്ടോ. അപ്പം ഇതെന്തായിരിക്കും? മെറ്റൽസ് ആയിരിക്കും. ഇത് ഏതാണെന്ന് അറിയാമോ? ഇതിനെ വിളിക്കുന്ന പേരാണ് വെറും മെറ്റൽസ് അല്ല, ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് നമ്മൾ വിളിക്കും. ബിക്കോസ് ഇങ്ങോട്ട് പോകുമ്പോൾ ഇതെല്ലാം നോൺ മെറ്റൽസ് ആണ് കേട്ടോ. നോൺ മെറ്റൽസ് ആണ്. അപ്പം മെറ്റൽസിൽ നിന്ന് നോൺ മെറ്റൽസിലോട്ട് ഒരു ട്രാൻസിഷൻ ആണ് ഈ ഒരു പോകുന്നത്. ഈ ഒരു ഇത്രയും ഗ്രൂപ്പ്, ഈ ഒരു വയലറ്റ് കളറുള്ള ഇത്രയും സാധനങ്ങൾ കാണിക്കുന്നത്. നോക്കിയേ, ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിലോട്ട് പോകുന്നത് കൊണ്ട് ഇത് ഏതായിരിക്കും? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആയിരിക്കും. ഇതിന്റെ ജനറൽ ഫോർമുല NS1 to 2 വരാം. അതുപോലെ N-1D എവിടം വരെ വരാം? നമുക്ക് 1 to 10 വരെ വരാം. ഓക്കെ ആണോ? ഇതാണ് ഇതിന്റെ ജനറൽ ഫോർമുല. ഇനി ഇങ്ങോട്ട് നോക്കിയാട്ടെ, ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഫ്ലൂറിൻ ഫാമിലി, നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസസിൽ ആരൊക്കെയാ ഉള്ളത്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. ഓക്കെ അല്ലേ? ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കാം. ഇത്രയും ഉള്ളത് ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും ഉള്ളത് ഏതാണെന്നറിയാമോ? ലാസ്റ്റ് ഇലക്ട്രോൺ ഗോസ് ടു ദ പി സബ്ഷെൽ. ഇതിനെ നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. ഇതിന്റെ ജനറൽ ഫോർമുല NS2NP. ഓക്കെ, NS2NP 1 to 6 ആണ്. ഇവിടം വരെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, താഴെ കിടക്കുന്ന ലന്താനം തൊട്ട് ബാക്കിയുള്ള 14 എലമെന്റ്സ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡ്സ് എന്ന് വിളിക്കും. അതേപോലെ 89 ആക്ടീനിയം തൊട്ട് താഴെ കിടക്കുന്ന 14 എലമെന്റ്സ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കും. ഇത്രയും ഉള്ളത് എവിടാ വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? താഴെ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് പോകുന്നത് F ഓർബിറ്റൽസിലോട്ടാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് F ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. അപ്പം 4 ബ്ലോക്കുകളായിട്ട് S, P, D, F ബ്ലോക്കുകളും അതേപോലെ തന്നെ ഗ്രൂപ്പുകളും പഠിച്ചല്ലോ. ഇനി നോക്കി, അറ്റോമിക് റേഡിയസിന്റെ ട്രെൻഡാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡൗൺ ദ ഗ്രൂപ്പ് ആസ് മീ മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം. മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും എന്തിന്റെ എണ്ണം കൂടുന്നുണ്ട്? ഷെല്ലിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്താ ഷെല്ലെന്നറിയാമല്ലോ? എത്ര ഷെല്ലാ ഉള്ളത്? 4. KLMN 4 ഷെല്ലുകളാണ് നമുക്കുള്ളത് കേട്ടോ. 1, 2, 3, 4 വെച്ച് എത്ര ഷെല്ലുകളാണ് നമുക്കുള്ളത്? 4 ഷെല്ലുകളാണ് നമുക്കുള്ളത് കേട്ടോ.
ഷെല്ലുകളുടെ എണ്ണം കൂടുക. ഷെല്ലുകളുടെ എണ്ണം കൂടി വരുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങറ്റം വരെയുള്ള ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ റേഡിയസ്, അറ്റോമിക് റേഡിയസ് എന്ന് നമ്മൾ പറയണത് അല്ലെ. ഇത് ഇൻക്രീസ് ചെയ്യും. സോ ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇങ്ങോട്ട് പോകും തോറും, ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യും തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? അറ്റോമിക് റേഡിയസിന് വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, ഡിക്രീസ് ചെയ്യുന്നു. കാര്യം ഇലക്ട്രോൺസ് കയറുന്നത് സെയിം ഷെല്ലിൽ തന്നെയാണ് കേട്ടോ, അതുകൊണ്ടാണ് വലിയ ഡിഫറൻസ് വരാത്തത്. ഇനിയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇലക്ട്രോൺ പോസിറ്റിവിറ്റി. ഒരു റിയാക്ഷനില് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയെ പറയുന്ന പേരാ എന്ത്? ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയും. ഇതിന് ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ ആണ് ഈ സൈഡിലുള്ളതിനൊക്കെ കേട്ടോ. ഇത് +1 ആയിരിക്കും, ഇത് +2 ആയിരിക്കും, ഇതിന്റെ വാലൻസി അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങോട്ട് പോകും തോറും ഇതിന് ഏത് നേച്ചറാ വരുന്നത്? ഇലക്ട്രോ നെഗറ്റീവ് നേച്ചറാ വരുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇലക്ട്രോൺസിനെ അട്രാക്ട്, അതിന്റെ അടുത്തോട്ട് പിടിച്ചു വലിക്കാനുള്ള ടെൻഡൻസി, ആറ്റത്തിന്റെ അടുത്തോട്ട് പിടിച്ചു വലിക്കാനുള്ള ടെൻഡൻസിയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. തിരിച്ചിങ്ങോട്ട് പോവാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി അപ്പൊ എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യും. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇവിടെ നിങ്ങോട്ട് റൈറ്റ് ടു ലെഫ്റ്റ് പോകും തോറും ഇലക്ട്രോ പോസിറ്റിവിറ്റി, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടും. ഇവിടെ നിങ്ങോട്ട് വരും തോറും ഇലക്ട്രോൺസിനെ പിടിച്ചെടുക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുന്നത്. അങ്ങനെ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കൂട്ടുന്നത് പോളിംഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ പറഞ്ഞതനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആരാണ്? ഫ്ലൂറിൻ ആണ്. ഇനിയുള്ളത് അയണൈസേഷൻ എനർജിയാ. ഏത് എനർജിയാ വരുന്നത്? അയണൈസേഷൻ എനർജി. എന്താ അയണൈസേഷൻ എനർജി എന്ന് നിങ്ങൾക്കറിയാമോ? അതായത് എന്താ അയണൈസേഷൻ എനർജി എന്ന് നിങ്ങൾക്കറിയാമോ? ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, അയണൈസേഷൻ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഷെല്ലില് ഇപ്പൊ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 2, 8, 1. ഇത് K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല്. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണെ റിലീസ് ചെയ്യത്തില്ലേ? അത് ന്യൂട്രൽ ഗേഷ്യസ് സ്റ്റേറ്റിൽ റിമൂവ് ചെയ്യത്തില്ലേ? അതിനു വേണ്ടുന്ന മിനിമം എനർജിയെ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എനർജി, IE എന്ന് പറയും. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും അറ്റോമിക് റേഡിയസിന്റെ അതേ ട്രെൻഡ് തന്നെയാണ് കേട്ടോ. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. കാര്യം എന്താണെന്നറിയാം? സെയിം ട്രെൻഡ് അല്ല, ഡിഫറെന്റ് അല്ല, ഡിക്രീസ് ചെയ്യും. കാര്യം ഈ എപ്പോഴാണ് ആദ്യത്തെ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് ഇനി ഇവിടെ വരയ്ക്കാൻ സ്ഥലമില്ല, എന്നാലും നോക്കാം. ഇങ്ങോട്ട് നോക്കി, ഇവിടോട്ട് ഞാൻ വരയ്ക്കാൻ നോക്കിക്കോണം കേട്ടോ. അതായത് ഒരു ഷെല്ലേ ഉള്ളെങ്കിൽ ഈ ന്യൂക്ലിയസ് ഇതുമായിട്ട് അട്രാക്ട് ചെയ്തിട്ടായിരിക്കുന്നത് ഈ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കത്തില്ല. ഈ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള എനർജി, മിനിമം എനർജിയെ പറയുന്ന പേരാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കിയാട്ടെ, ഷെല്ലിന്റെ എണ്ണം കൂടുന്തോറും എന്താ പറ്റുന്നത്? അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. കാര്യം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുമല്ലേ. അതുകൊണ്ട് ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും. ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യും. ഇത്രയുമാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസും പീരിയോഡിക് ട്രെൻഡ്സും. അത്യാവശ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. Okay. Okay. ഓക്കെ, അടുത്ത ദിവസം നോക്കിയാട്ടെ. 10ാമത്തെ ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. നോക്കിയാട്ടെ. നെയിം ദ ഗ്യാസ് ഫോംഡ് when concentrated nitric acid is added to copper. ഏതാന്ന് വായിച്ചു നോക്കിയേ. ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ? അറിയാവുന്ന ഒരു കമന്റ് ചെയ്തേ. NO2 ആണോ, N2O ആണോ, H2 ആണോ, N2 ആണോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? NO2, നൈട്രജൻ ഡയോക്സൈഡ് ആണ്. നോക്കിയാട്ടെ, നമ്മുടെ കോപ്പർ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും? നൈട്രജൻ ഡയോക്സൈഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവോൾവ് ചെയ്യുന്നത്. വിച്ച് ഈസ് ഏത് കളർ ഗ്യാസ് ആണ്? റെഡിഷ് ബ്രൗൺ കളറിലെ ഗ്യാസ് ആണ് കേട്ടോ. പഠിച്ചിരിക്കുക. ഇനി ഇങ്ങോട്ട് നോക്കിയാട്ടെ.
ഇത് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ടോപ്പിക്കാണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് അലോയ്സ് കണ്ടെയ്ൻ കോപ്പർ, ടിന്ന്, സിങ്ക്? കോപ്പറും ടിന്നും സിങ്കും ഉള്ളത് ഏതിനകത്താണ്? ബ്രാസ് ആണോ? ഓക്കെ, ഈ സ്ലൈഡ് ആണോ? കറക്റ്റ് ആൻസർ നൈട്രജൻ ഡയോക്സൈഡ്. ഇതാണോ? അതായത് ഒന്നുമില്ല, ഈ പറയുന്ന കോപ്പർ നമ്മുടെ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നൈട്രജൻ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. ഈ നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഒരു റെഡിഷ് ബ്രൗൺ കളറിലെ ഗ്യാസ് ആണ്. നോക്കിയാട്ടോ കേട്ടോ. ഇനി സാധാരണ മെറ്റൽ HCl റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഹൈഡ്രജൻ ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുകൂടെ ഒന്ന് പഠിച്ചിരിക്കുക. ക്ലിയർ ആയോ? ഓക്കെ, ഇനി പറയണത് ഇതുകൂടെ നോക്കണം അല്ലെ. ദേ നോക്കിയേ, നൈട്രിക് ആസിഡ്, ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആണെങ്കിൽ നൈട്രിക് ഓക്സൈഡ് ആയിരിക്കും, കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ നൈട്രജൻ ഡയോക്സൈഡ് ആയിരിക്കും. ഈ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് കോപ്പർ, ടിന്ന്, സിങ്ക്? കോപ്പറും ടിന്നും സിങ്കും ഉള്ളത് ഏതിനകത്താണ്? ബ്രാസിനകത്താണോ, ബ്രോൺസിനകത്താണോ, ഗൺമെറ്റൽ ആണോ, ജർമ്മൻ സിൽവർ ആണോ? ഉത്തരം ഏതാ? ബ്രാസും ബ്രോൺസും അല്ല ഇത് നമുക്ക് ഉറപ്പ്. പിന്നുള്ള രണ്ട് കാര്യമേ ഉള്ളൂ. ഏതാ? ഗൺമെറ്റലും ജർമ്മൻ സിൽവറും. ആക്ച്വലി ജർമ്മൻ സിൽവർ എന്ന് പേരേ ഉള്ളൂ, ജർമ്മൻ സിൽവറിനകത്ത് സിൽവർ ഒന്നും ഇല്ലടേ. നോക്കിയേ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അങ്ങനാണെങ്കിൽ കുറച്ച് അലോയ്സ് ഒന്ന് പഠിച്ചേ. എന്താ അലോയ്സ്? മെറ്റലും മെറ്റലും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അലോയ്സ് കിട്ടുന്നത്. ബ്രാസിൽ ആരൊക്കെയാ ഉള്ളത്? കോപ്പറും സിങ്കും. ബ്രോൺസില് കോപ്പറും ടിന്നും. ഗൺ മെറ്റലില് കോപ്പർ, സിങ്ക്, ടിന്ന്. ഈ മൂന്നെണ്ണം എന്തിൽ കാണും? ഗൺ മെറ്റലിൽ കാണും. ഇനി ജർമ്മൻ സിൽവറിൽ കോപ്പർ, സിങ്ക്, നിക്കലും കൂടെ ചേരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്? ജർമ്മൻ സിൽവർ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, സോൾഡറിൽ ലെഡും ടിന്നുമാണ് എന്ത് വരുന്നത്? സോൾഡർ എടുക്കുന്നത്. നമ്മുടെ ഇലക്ട്രിക്കൽ വയേഴ്സ്, മെറ്റൽസിനൊക്കെയാണ് സോൾഡർ എടുക്കുന്നത്. ഡ്യൂറാലുമിൻ നമ്മുടെ എയർപ്ലെയിന്റെ ബോഡീസ്, സ്പേസ് ക്രാഫ്റ്റിന്റെ വെഹിക്കിൾസ്, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അലോയാണ് ഡ്യൂറാലുമിൻ എന്ന് പറയും. ഇതിനകത്ത് അലൂമിനിയം, മഗ്നീഷ്യം, കോപ്പർ, മാംഗനീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനിയുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അയണ്, ക്രോമിയം, നിക്കല്, കാർബൺ. ഇതാണ് എന്തിലുള്ളത്? സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്തിനാ യൂസ് ചെയ്യുന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിക്രോം ഇമ്പോർട്ടന്റ് ആണ്. ഹീറ്റിംഗ് എലമെന്റ് ആയിട്ടുള്ള ഹീറ്റർ, അയണ്, ടോസ്റ്റർ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നിക്കല്. നിക്കൽ ഈ പേരിൽ തന്നെ കിടപ്പുണ്ടേ. നിക്കൽ ക്രോമിയം എന്ന് വരെ കിടപ്പുണ്ട്. അയൺ ആലോചിച്ചോണം കേട്ടോ. റോ അയോൺ എന്ന് കൂടെ അങ്ങ് ഓർത്ത് വെക്കാം കേട്ടോ. റോ അയോൺ എന്ന് ഓർത്ത് വെക്കാം. നിക്കൽ, ക്രോമിയം, അയോൺ, ഇതാണ് നിക്രോമ. ബെൽ മെറ്റൽ എന്ന് വെച്ചാൽ കോപ്പറിനെയും ടിന്നിനെയും കൂടെ ചേരുന്നതാണ് ബെൽ മെറ്റൽ. പേര് പറയുന്ന പോലെ ബെല്ല്, ഗോങ്സ്, കാസ്റ്റിംഗ് ഓർണമെന്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. മാഗ്നീലിയം എന്ന് വെച്ചാൽ അലൂമിനിയവും മഗ്നീഷ്യവും. പേര് സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുമല്ലോ. ബാലൻസിങ് ബീംസിനൊക്കെ വേണ്ടിയിട്ടാണ് ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളൊരു ചോദ്യമാണ്. ദ IUPAC നെയിം ഫോർ ദ കോമ്പൗണ്ട് ഈസ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒത്തിരി ഡെപ്ത് ആയിട്ട് പോകുന്നില്ല, അത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വീഡിയോയിലോട്ട് പോവാം. ഇപ്പൊ ഇത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ IUPAC നോമൻക്ലേച്ചറിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കും. ഓക്കെ, IUPAC നോമൻക്ലേച്ചറിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തായാലും വന്നിരിക്കും. ഇതിന്റെ പേര് നോക്കണം. ആദ്യം നിങ്ങൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് അറിയണം. അപ്പം ഫങ്ഷണൽ ഗ്രൂപ്പിന് ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള ട്രെൻഡ് അറിയണം. നിങ്ങൾക്ക് വേർഡ് റൂട്ട് അറിയാമല്ലോ. ഏതൊക്കെയാ വേർഡ് റൂട്ട്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒപ്റ്റ്, നണ്ണ്, ടെക്ക്. അതായത് 1 കാർബൺ, 2 കാർബൺ, 3 കാർബൺ, 4 കാർബൺ, 5 കാർബൺ, 6, 7, 8, 9, 10. കാർബണിന്റെ എണ്ണത്തിനനുസരിച്ച് എന്ത് വരുന്നുണ്ട്? വേർഡ് റൂട്ടുകൾ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്, നമ്മൾ പേരെഴുതുമ്പം എന്ത് ചെയ്യാം? അതിലെ ആദ്യം ചെയ്യേണ്ടത് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കണ്ടെത്തണം. എന്താ പറയുന്നത്? ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കണ്ടെത്താം. ക്ലിയർ ആയോ? മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണോ വന്നിരിക്കുന്നത് ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടെത്തുക. അതിന് എന്ത് ചെയ്ത് കൊടുക്കാം? ഓരിറ്റിയില് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? നമ്പർ ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ പറയണത്? അപ്പൊ എന്താ പറയണത്? ഒരു മിനിറ്റ്. ഓക്കെ, ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നതെന്നറിയാം. ആ ഫങ്ഷണൽ ഗ്രൂപ്പിന് എന്ത് ചെയ്ത് കൊടുക്കാം? നമ്പർ ഇട്ട് കൊടുക്കുക. നമ്പർ ഇൻ സച്ച് എ വേ ദാറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന് എന്ത് കിട്ടണം? ലീസ്റ്റ് നമ്പർ കിട്ടണം. ഒന്നിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് 2 തവണ വന്നിട്ടുണ്ടെങ്കിൽ ഡൈ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർക്കുക. 3 ആണെങ്കിൽ ട്രൈ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർക്കുക. 4 ആണെങ്കിൽ എന്ത് ചേർക്കുക? ടെട്ര എന്ന് ചേർക്കുക. 5 ആണെങ്കിൽ പെന്റ എന്ന പ്രിഫിക്സ് ചേർക്കുക. 6 ആണെങ്കിൽ ഹെക്സ എന്ന പ്രിഫിക്സ് ചേർക്കുക. 7 ആണെങ്കിൽ ഹെപ്റ്റ ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. ഇത്രയും ഒക്കെയാണോ പറയുന്നത്? ഇനി നമുക്ക് വേണമെന്നൊരു കാര്യം,
ഒന്നിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യാം, ആൽഫബറ്റിക്കൽ ഓർഡറിൽ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. ഇപ്പം ഈ പറയുന്ന ഈ ഡൈൽ ഗ്രൂപ്പ് CH2 CH3 ഗ്രൂപ്പും അതേപോലെ തന്നെ മീഥൈൽ ഗ്രൂപ്പ് CH3 വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ആരെ എഴുതണം, ഈ ധൈലിനെ എഴുതിയിട്ട് പിന്നെ ആരെ എഴുതാൻ പാടുള്ളൂ, മീഥൈലിനെ എഴുതാനായിട്ട് പാടുള്ളൂ. അതായത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി അടുത്ത കാര്യം പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യണം. OH എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ആൽക്കഹോൾ ആയിരിക്കും. അവസാനം പ്രിഫിക്സ് ആയിട്ട് OL എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ചേർക്കാം. ഈ NH2 ആണെങ്കിൽ അമീൻ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. അവസാനം സഫിക്സ് ആയിട്ട്, പ്രിഫിക്സ് അല്ല സോറി, സഫിക്സ് ആയിട്ട് അമീൻ എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ചേർക്കുന്നത്. ഇനി നെക്സ്റ്റ് അതേപോലെ വരുന്നത് ക്ലോറിന്, ഫ്ലൂറിന്, ബ്രോമിന്, അയഡിൻ ആണെങ്കിൽ ഹാലോ കോമ്പൗണ്ട്സ് ആണ്. പ്രിഫിക്സ് ആയിട്ട് എന്ത് ചേർക്കണം, ക്ലോറോ, ഫ്ലൂറോ, ബ്രോമോ, അയഡോ എന്നിങ്ങനെ നമ്മൾ ചേർക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനി നെക്സ്റ്റ് നോക്കിയാട്ടെ. CO ഗ്രൂപ്പ് ആണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് കീറ്റോൺസ് എന്ന് വിളിക്കും. അവസാനം നമ്മൾ എന്ത് ചേർക്കണം, പ്രിഫിക്സ് സഫിക്സ് ആയിട്ട് ONE എന്ന് ചേർക്കണം. CHO ഗ്രൂപ്പ് ആണെങ്കിൽ അതെന്തായിരിക്കും, ആൽഡിഹൈഡ് ആയിരിക്കും കേട്ടോ. ആൽഡിഹൈഡ് ആണെങ്കിൽ അവസാനം AL എന്ന് ചേർക്കണം. തിരിഞ്ഞു പോവല്ലേ, ആൽക്കഹോളിന് OL-ഉം ആൽഡിഹൈഡിന് AL-ഉം ആയിരിക്കും നമ്മൾ ചേർക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയാട്ടെ. COOH ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. അവസാനം പ്രിഫിക്സ് ആയിട്ട് ചേർക്കുന്നത് ഓയിക് ആസിഡ് ആണ്. എന്താ പ്രിഫിക്സ് ആയിട്ട് ചേർക്കുന്നത്, ഓയിക് ആസിഡ് ആണ്. ക്ലിയർ ആയോ? ഇനി COOR വരുവാണെങ്കിൽ എസ്റ്റർ ആണ്. അവസാനം OATE വന്ന് നിൽക്കും, എസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ. NO2 ആണെങ്കിൽ നൈട്രോ ആണ് എന്തായിട്ട് ചേർക്കേണ്ടത്, പ്രിഫിക്സ്. പ്രിഫിക്സ് എന്ന് വെച്ചാൽ മുന്നേ ചേർക്കേണ്ടത് ഏതെന്ന് പറയുന്നത്, നൈട്രോ എന്ന് പറയുന്ന ഒരു വേർഡ്. ഓക്കെ ആണോ? ഇപ്പം എത്രയായി, 1 2 3 4 5 6 7 8 അല്ലെ. ഇനി നോക്കിയേ, COCl വരുവാണെങ്കിൽ ഇത് ആസിഡ് ഹാലൈഡ്സ് എന്ന് വിളിക്കും. എന്താ വിളിക്കാം, ആസിഡ് ഹാലൈഡ്സ്. അവസാനം നമ്മൾ OYL, ഓയിൽ ക്ലോറൈഡ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചേർക്കണം. SO3H ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചേർക്കണം, അവസാനം സൾഫോണിക് ആസിഡ് എന്ന് നമ്മൾ ചേർക്കണം. എന്താ ചേർക്കേണ്ടത്, സൾഫോണിക് ആസിഡ്. CN ആണെങ്കിൽ അവസാനം നൈട്രൈൽ എന്ന് നമ്മൾ ചേർക്കണം കേട്ടോ. CN ആണെങ്കിൽ നൈട്രൈൽ എന്ന് ചേർക്കണം. CONH2 ആണെങ്കിൽ അവസാനം എന്ത് ചേർക്കണം, അമൈഡ് ആണെന്ന് ചേർക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും മനസ്സിലായെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് കോമ്പൗണ്ടിലോട്ട് വരാം. നമ്മുടെ കോമ്പൗണ്ടിൽ എത്ര ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഒന്നാമത്തത് CO, രണ്ടാമത്തത് COOH, കാർബോക്സിലിക് ആസിഡും അതേപോലെ തന്നെ കീറ്റോണുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ഫങ്ഷൻ ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒരാള് പ്രിൻസിപ്പൽ, അതായത് ഇമ്പോർട്ടൻസ് ഏറ്റവും കൊടുക്കുന്ന ആർക്കായിരിക്കും, അയാളെയാണ് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സബോർഡിനേറ്റ് ഗ്രൂപ്പ്. ഇയാളായിരിക്കും പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇയാളായിരിക്കും ആര്, സബോർഡിനേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഫങ്ഷൻ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മുടെ കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നതും ആരിലായിരിക്കണം, ഈ പറയുന്ന ഓയിക് ആസിഡ്, അതായത് പ്രിൻസിപ്പൽ ഫങ്ഷൻ ഗ്രൂപ്പിന്റെ സഫിക്സിലായിരിക്കണം. ഇത്രയും മനസ്സിലായോ? ഇനി നോക്കിക്കേ, 1 2 3 4 5. ഓക്കെ അല്ലേ? ഇതില് 4ാമത്തെ പൊസിഷനിൽ കീറ്റോൺ ഉണ്ട്. നമ്മൾ കീറ്റോണിൽ എന്തേ പഠിച്ചിട്ടുള്ളൂ, സഫിക്സേ സഫിക്സേ പഠിച്ചിട്ടുള്ളൂ, പ്രിഫിക്സ് പഠിച്ചിട്ടില്ല. ഈ പറയുന്ന CO എന്തായിട്ട് വരുവാണെങ്കിൽ, പ്രിഫിക്സ്, അതായത് സബോർഡിനേറ്റ് ആയിട്ട് ഗ്രൂപ്പ് ആയിട്ട് വരികയാണെങ്കിൽ എന്ത് പ്രിഫിക്സ് ആയിട്ട് ചേർക്കണം, ഓക്സോ എന്ന് പ്രിഫിക്സ് ആയിട്ട് ചേർക്കണം. എന്താ ചേർക്കേണ്ടത്, ഓക്സോ. OH ആണ് വരുന്നതെങ്കിൽ നമ്മൾ സഫിക്സ് ആയിട്ട് OL-ഉം പ്രിഫിക്സ് സബോർഡിനേറ്റ് ഗ്രൂപ്പ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ ചേർക്കേണ്ട പ്രിഫിക്സ് ഏതെന്ന് പറയുന്നത് ഹൈഡ്രോക്സി എന്ന് വിളിക്കും. ക്ലിയർ ആയോ പറയുന്നത്? ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ 4ാമത്തെ പൊസിഷനിൽ CO ഗ്രൂപ്പ് ഓക്സോ എന്ന് എഴുതി. ഇനി നോക്കിയാട്ടെ, ഇവിടെ 1 2 3 4 5 5 ഉണ്ടെങ്കിൽ പെന്റെയിൻ എന്ന് വരണം. അവസാനത്തെ E തട്ടിക്കളഞ്ഞ് ഇതിന്റെ സഫിക്സ് ആയിട്ടുള്ള ഓയിക് ആസിഡ് ചേർത്തു. പേര് വായിച്ചേ, 4-ഓക്സോ പെന്റനോയിക് ആസിഡ്. അപ്പൊ കറക്റ്റ് ആണ്, A.
അല്ലെങ്കിലേ തട്ടാം. ഹൈഡ്രോക്സി എന്ന് വെച്ചാൽ OH അതല്ല. ഡയോക്സോ എന്ന് വെച്ചാൽ 2 എണ്ണം പറഞ്ഞ ഇവിടെ ഓയിലും കിടപ്പുണ്ട്, അതും വെട്ടി. ഇവിടെയും ഹൈഡ്രോക്സി എന്ന് വെച്ചാൽ OH. അങ്ങനെ വേണമെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എലിമിനേഷൻ വഴി പോവാം. പക്ഷെ ഓർഗാനിക് കെമിസ്ട്രിയുടെ കുറച്ച് ഡീറ്റെയിൽസ് എങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ നെയിമിങ് പെട്ടെന്നൊന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഏകദേശം മനസ്സിലായിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. Which of the following gives silver mirror with a Tollens reagent? ടോളൻസ് റിയേജന്റുമായിട്ട് സിൽവർ മിറർ ടെസ്റ്റ് തരുന്നത് ഏതാണ്? നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്റ്റിങ്ക്യൂഷിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നോക്കിയേ, ഓപ്ഷൻസ് വായിക്കാം. ആദ്യത്തത് ആൽക്കഹോള്, ആൽഡിഹൈഡ്, കീറ്റോണ്, കാർബോക്സിലിക് ആസിഡ്. ആദ്യം ഈ ടോളൻസ് റിയേജന്റ് എന്താണെന്ന് അറിയണ്ടേ? ടോളൻസ് റിയേജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മള് ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത അമോണിയാക്കൽ, അതായത് അമോണിയയുടെ പ്രസൻസ് ഉള്ള സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനെ പറയുന്ന പേര് അതിന്റെ ടോളൻസ് റിയേജന്റ് എന്ന് പറയുന്നത്. ഈ ടോളൻസ് റിയേജന്റ് അതേപോലെ തന്നെ ഫെലിങ്സ് റിയേജന്റ് ആർക്കും മാത്രമേ വരത്തുള്ളൂ? ആൽഡിഹൈഡ്സിന് മാത്രമേ എന്ത് തരത്തുള്ളൂ? പോസിറ്റീവ് ടെസ്റ്റ് തരത്തുള്ളൂ. എന്താ ടോളൻസ് റിയേജന്റ് എന്നറിയാമോ? നമ്മുടെ കയ്യിൽ ഒരു ആൽഡിഹൈഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ആൽഡിഹൈഡിനകത്തോട്ട് ടോളൻസ് റിയേജന്റ് ആഡ് ചെയ്യാം. ഈ ടോളൻസ് റിയേജന്റ് നമ്മുടെ അമോണിയമായിട്ട് ചേർന്ന് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുക കേട്ടോ. ഇത് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഓക്സിഡൈസ് ചെയ്തിട്ട് RCOO മൈനസ് ആയി സിൽവർ റെഡ്യൂസ് ചെയ്ത് സിൽവർ മിറർ ആവും. അതായത് നമ്മുടെ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ മൊത്തം എന്തായിരിക്കും? സിൽവർ കളറിലെ മിറർ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. ഇതിനെ പറയുന്ന പേരാണ് സിൽവർ മിറർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൽഡിഹൈഡ് മാത്രമേ നമുക്ക് തരത്തുള്ളൂ. സെയിം ടെസ്റ്റ് ആണ് എന്ത് വരുന്നത്? ഫെലിംഗ് സൊല്യൂഷനും വരുന്നത്. ഫെലിംഗ്സ് ടെസ്റ്റ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? ആൽഡിഹൈഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ആൽഡിഹൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ആൽഡിഹൈഡ്സ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? RCHO ഗ്രൂപ്പ് വരുന്നവരെയാണ് ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. ഫെലിംഗ്സ് ടെസ്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതില് നമുക്ക് കിട്ടുന്നത് റെഡ് കളറിലെ precipitate ആണ് കേട്ടോ. റെഡ് കളറിലെ precipitate എന്ന് വെച്ചാൽ ഫെലിംഗ് സൊല്യൂഷൻ 2 എണ്ണം ഉണ്ട്. ഫെലിംഗ് സൊല്യൂഷൻ എയും ഫെലിംഗ് സൊല്യൂഷൻ ബിയും. ഫെലിംഗ് സൊല്യൂഷൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വസ് കോപ്പർ സൾഫേറ്റിനെ എന്ത് പറയണത്? ഫെലിംഗ് സൊല്യൂഷൻ എ എന്ന് പറയുന്നത്. ഫെലിംഗ് സൊല്യൂഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ് അല്ലെങ്കിൽ റോഷെല്ലേസ് സോൾട്ട് എന്ന് പറയാം കേട്ടോ. റോഷെല്ലേസ് സോൾട്ട്. ഇവിടെ Cu2+ റെഡ്യൂസ് ചെയ്ത് CuO2 ആക്കി മാറ്റും. ഇതാണ് എന്ത് വരാനുള്ള കാരണം? റെഡ് കളറിലെ precipitate ഉള്ളത് കാരണം. ഫെലിംഗ്സും ടോളൻസും ആൽഡിഹൈഡിനാണ്. ഒരു കാര്യം പഠിച്ചു വെക്കുക, ബെൻസാൽഡിഹൈഡ് എന്ത് തരത്തില്ല? ഫെലിംഗ്സ് ടെസ്റ്റ് തരത്തില്ല. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണേ. ഇനി ഇങ്ങോട്ട് നോക്കിയടെ, ഉത്തരം നോക്കാം. സിൽവർ മിറർ ടെസ്റ്റ് തരുന്നത് ആരാ? ആൽഡിഹൈഡ് അല്ലേ? അപ്പം ഇതിന് ആൽക്കഹോൾ വെട്ടി, കീറ്റോൺ വെട്ടി, കാർബോക്സിലിക് ആസിഡ് വെട്ടി, പിന്നെ ആരാ ഉള്ളത്? ആൽഡിഹൈഡ്. ഓപ്ഷൻ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആൽക്കഹോളിന് ഒരു ടെസ്റ്റ് വേണ്ടേ? വേണം. ഈ ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ലൂക്കാസ് ടെസ്റ്റ് എന്ന് വിളിക്കും. ലൂക്കാസ് ടെസ്റ്റിന് ZnCl2+ എന്തായിരിക്കും? അതായത് അൺഹൈഡ്രസ് ZnCl2+ HCl എന്ത് പറയണത്? ലൂക്കാസ് റിയേജന്റ് എന്ന് പറയും. അപ്പൊ എന്താ ലൂക്കാസ് റിയേജന്റ്? അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് HCl. 3 ടൈപ്പ് ആൽക്കഹോളാ ഉള്ളത്. പ്രൈമറി ആൽക്കഹോള് CH2OH ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോള്, R2CHOH ആണ് വരുന്നതെങ്കിൽ സെക്കൻഡറി ആൽക്കഹോള്, R3COH ആണെങ്കിൽ ടെറിഷറി ആൽക്കഹോള്. പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ അവിടെ എന്ത് കാണത്തില്ല? നോ റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞായിരിക്കും അവിടെ എന്ത് പറ്റുന്നത്? റിയാക്ഷൻ തരും. അതായത് ടർബിഡിറ്റി. നമ്മുടെ കഞ്ഞിവെള്ളം കലങ്ങിയത് മാതിരി കലങ്ങും. അതിനെയാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. ടെറിഷറി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു തരും? ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ഷൻ നടക്കും കേട്ടോ. ഇതിന് എക്സാമ്പിൾ പറയുന്നത് പ്രൈമറി പ്രൊപ്പാൻ 1 സെക്കൻഡറി പ്രൊപ്പാൻ 2 ടെറിഷറി 2-മീഥൈൽ പ്രൊപ്പാൻ 2 ആണ് തരുന്നത്. ക്ലിയർ ആയോ? ഇനി ഇങ്ങോട്ട് നോക്കിയേ, കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ അതിനകത്ത് എന്ത് ആഡ് ചെയ്താൽ മതി? സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്താൽ മതി. കാർബൺ ഡയോക്സൈഡിന്റെ എന്ത് നടക്കും? ബ്രിസ്ക് എഫർവസെൻസ് നടക്കും. അതായത് ഈനും ഒക്കെ പതഞ്ഞു പോകുന്ന മാതിരി എന്ത് ചെയ്യുന്നുണ്ട്? പതഞ്ഞു പോകും കേട്ടോ. അതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഉള്ളത് ഏതാണെന്നറിയാമോ? നമ്മുടെ ഫീനോൾ ആണ് കേട്ടോ. ഫീനോൾ. ഫീനോളിനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? ന്യൂട്രൽ പെറിക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും? ഒരു ബ്ലൂയിഷ് വയലറ്റ് കളർ കിട്ടും കേട്ടോ. ഇനിയുള്ളത് അമീൻസിന്റെ ടെസ്റ്റ് ആണ്. അമീൻസിന്
കാർബൈൽ അമീൻ ടെസ്റ്റ് ഉണ്ട് കേട്ടോ. കാർബൈൽ അമീൻ ടെസ്റ്റ് ആര് മാത്രമേ തരത്തുള്ളൂ? ഈ പറയുന്ന പ്രൈമറി അമീൻ മാത്രമേ തരത്തുള്ളൂ. കൂടുതൽ പഠിച്ചോണം കേട്ടോ. കാർബൈൽ അമീൻ ടെസ്റ്റ് പ്രൈമറി അമീൻ ആയിരിക്കും. ക്ലോറോഫോമും എഥനോളിക് KOH കേട്ടോ. ക്ലോറോഫോം പ്ലസ് എഥനോളിക് KOH ഓക്കെ കേട്ടോ. ആൽക്കഹോളിക് KOH അല്ലെങ്കിൽ എഥനോളിക് KOH. നമുക്ക് RMC എന്ന് പറയുന്ന ഐസോസൈനൈഡ് അല്ലെങ്കിൽ എന്ത് ഫോം ചെയ്യും? കാർബൈൽ അമീൻ ഫോം ചെയ്യും. ഒരു ഫൗൾ സ്മെല്ലാണ് കേട്ടോ. ഇനി അല്ലെങ്കിൽ അമീൻസിനുള്ള വേറൊരു റിയേജന്റ് ആണ് എന്ത് പറയുന്നത്? ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് പറയും. എന്താ നമ്മൾ പറയാം? ഹിൻസ്ബർഗ് റിയേജന്റ്. ഈ ഹിൻസ്ബർഗ് റിയേജന്റ് എന്താണെന്നറിയാമോ? ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിനെ വിളിക്കുന്ന പേരായ എന്ത്? ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് വിളിക്കും കേട്ടോ. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് C6H5SO2Cl കേട്ടോ. നോക്കിയേ, പ്രൈമറി അമീൻ ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ precipitate which is soluble in alkali. ആൽക്കലിയിൽ ഒരു precipitate കിട്ടും, അത് ആൽക്കലിയിൽ സോലിബിൾ ആയിരിക്കും. സെക്കൻഡറി ആണെങ്കിൽ ഒരു precipitate കിട്ടും, സെക്കൻഡറി അമീൻ ആണെങ്കിൽ അത് ആൽക്കലിയിൽ ഇൻസോലിബിൾ ആയിരിക്കും. ടെർഷ്യറി ആണെങ്കിൽ എന്തായിരിക്കും നടക്കുന്നത്? നോ റിയാക്ഷൻ ആയിരിക്കും കേട്ടോ. ഇത്രയെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഡിസ്റ്റിങ്ഷൻ ടെസ്റ്റ് എല്ലാം ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പിച്ചു വെച്ചാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസസ് ഡെഫിഷ്യൻസി കൺക്ലൂഷൻ കേട്ടോ. നമ്മുടെ ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസിയാണ് കൺക്ലൂഷൻ നടക്കുന്നതെന്ന്? വൈറ്റമിൻ B1 ആണോ, B2 ആണോ, B6 ആണോ, B12 ആണോ എന്നുള്ളത്. എടാ മക്കളെ, ഉത്തരം പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്താട്ടെ. ഏതാ ഉത്തരം വരുന്നത്? A ആണോ, B ആണോ, C ആണോ, D ആണോ? ഓപ്ഷൻ ഏതാ വരുന്നത്? A ആണോ, B ആണോ, C ആണോ, D ആണോ? ഏതാ ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C കേട്ടോ. വൈറ്റമിൻ B6. വൈറ്റമിൻ B1നെ വിളിക്കുന്ന പേരെന്താ? വെരി കറക്റ്റ് ആൻസർ. വൈറ്റമിൻ A, അതായത് ഇതിന്റെയൊക്കെ പേര് പഠിക്കണം കേട്ടോ. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ സെറോഫ്താൽമി എന്ന് പറയും കേട്ടോ. റെറ്റിനോൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വൈറ്റമിൻ D കേട്ടോ. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ. പുവർ ആയിട്ട് പറയും കേട്ടോ. വീക്ക് ബോൺസ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നതെന്ന് പറയണത്. വൈറ്റമിൻ ഇ ആണ് കേട്ടോ. വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസിയാണ് ഹീമോലിറ്റിക് അനീമിയ എന്ന് പറയും. വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ എന്ന് വിളിക്കും കേട്ടോ. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ ആണ്. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ ആണ് കേട്ടോ. തോന്നുന്നു വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ഫില്ലോക്വിനോൺ ആണ്. അപ്പൊ നോക്കിയാട്ടെ, ബ്ലീഡിങ് ടെൻഡൻസിയാണ് വൈറ്റമിൻ കെ. ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ഈ പറയുന്ന ഇത് ത്രോംബോപ്ലാസ്റ്റിന്റെ ക്ലോട്ടിംഗ് ടൈം ആണ് PT ടൈം എന്ന് പറയുന്നത് കേട്ടോ. ബ്ലീഡിങ് ടെൻഡൻസിയാണ്. വൈറ്റമിൻ B1നെ വിളിക്കുന്ന പേരാണ് തയാമിൻ, അതിന്റെ ഡെഫിഷ്യൻസിയാണ് ബെറിബെറിൻ. വൈറ്റമിൻ B2 ആണ് റൈബോഫ്ലാവിൻ, അതിന്റെ ഡെഫിഷ്യൻസിയാണ് കീലിയോസിസ്, വായൊക്കെ പൊട്ടുന്നത്. വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി നയാസിൻ എന്ന് വിളിക്കും, പെല്ലഗ്ര എന്ന് പറയും. 3 എണ്ണം വരും. ഏതൊക്കെയാ? 3D എന്ന് വിളിക്കും, ഡെർമറ്റൈറ്റിസ്, ഡയറിയ, ഡെമൻഷ്യ കേട്ടോ. വൈറ്റമിൻ B6 അല്ലെങ്കിൽ പിരിഡോക്സിൻ ആണെങ്കിൽ ന്യൂറോപ്പതി എന്ന് പറയും കേട്ടോ. നമ്മൾ ടിംഗ്ലിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ടാവത്തില്ലേ, അത്. ഈ ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ. വൈറ്റമിൻ B12 സൈനോകബാലുമിൻ എന്ന് വിളിക്കും, മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ്. അപ്പം ഈ പറയുന്ന മെഗലോബ്ലാസ്റ്റിക് അനീമിയയുടെ കൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ B12 മെറ്റൽ ഏതാണെന്ന്. കൊബാൾട്ട് ആണ് വൈറ്റമിൻ B12 മെറ്റൽ എന്ന് പറയുന്നത്. വൈറ്റമിൻ C അസ്കോർബിക് ആസിഡ് ആണ്, ചൂടാക്കിയാൽ വെളിയിൽ പോകുന്നതാണ് സ്കർവി. ഇതിലെ വൈറ്റമിൻ A, D, E, K എന്നുള്ളത് ഫാറ്റ് സോലിബിളും B, C എന്നുള്ളത് എന്താണ്? വാട്ടർ സോലിബിളുമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടുവേ. ഇനി ഇങ്ങോട്ട് നോക്കിയാട്ടെ, 15ാമത്തെ ചോദ്യം. ടെറിലീൻ ഇസ് എ കണ്ടൻസേഷൻ പോളിമർ ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ ആൻഡ് ഡാഷ്. താലിക് ആസിഡ് ആണോ, ടെറിതാലിക് ആസിഡ് ആണോ, അഡിപ്പിക് ആസിഡ് ആണോ, ബെൻസോയിക് ആസിഡ് ആണോ? ഉത്തരം പെട്ടെന്ന് പറഞ്ഞേ. A ആണോ, B ആണോ, C ആണോ, D ആണോ? ആൻസർ B ആണ് കേട്ടോ. ടെറിതാലിക് ആസിഡ്. അപ്പം കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അപ്പം ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് ഉണ്ട്, അത് നമുക്ക് അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് നോക്കിയാട്ടെ, പോളിമർ പോളിയെത്തിലീൻ, അതായത് ഈഥീന്റെ അല്ലെങ്കിൽ എത്തിലീന്റെ പോളിമർ ആണ് പോളിത്തീൻ. പോളിപ്രൊപ്പീൻ പ്രൊപ്പീന്റെ പോളിമർ ആണ്. പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC വിനൈൽ ക്ലോറൈഡിന്റെ പോളിമർ ആണ്. ടെട്രാഫ്ലൂറോ എതിൽ, അതായത് ഇതിന്റെ പോളിമർ ആണ് ടെഫ്ലോൺ എന്ന് പറയുന്നത്. സ്റ്റൈറീന്റെ പോളിമർ ആണ് എന്ത്? പോളിസ്റ്റൈറീൻ. മീഥൈൽ മെത്തക്രിലേറ്റ് PMMA കേട്ടോ, ടെഫ്ലോൺ എന്ന് പറയും കേട്ടോ. ഇനി നൈലോൺ 66, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അഡിപ്പിക് ആസിഡിന്റെ ഹെക്സാമെഥിലിൻ ഡയമീന്റെ കണ്ടൻസേഷൻ പോളിമർ ആണ് എന്തെന്ന് പറയുന്നത്? നൈലോൺ 66 എന്ന് പറയുന്നത്. സോറി, കണ്ടൻസേഷൻ ആണോ ഞാൻ ഉറപ്പിച്ചിട്ട് പറയാമേ. അഡിപ്പിക് ആസിഡിന്റെയും ഹെക്സാമെഥിലിൻ ഡയമീന്റെയും പോളിമർ ആണ് നൈലോൺ 66. നൈലോൺ 6 എന്ന് വെച്ചാൽ കാപ്രോലാക്ടോൺ.
ആറ്റത്തിന്റെ ആണ്. ഇനി ടെറിലിൻ അല്ലെങ്കിൽ ഡാക്രോൺ എന്ന് പറഞ്ഞാൽ ടെറിത്താലിക് ആസിഡും എഥിലിൻ ഗ്ലൈക്കോളിന്റെയാണ്. ബേക്കലൈറ്റ് ഫീനോളിന്റെ ഫോർമാൽഡിഹൈഡിന്റെയുമാണ് പോളിമർ. ഗ്ലിത്താൾ എന്ന് പറയുന്നത് താലിക് ആസിഡിന്റെയും ഗ്ലൈക്കോളിന്റെയും. മെലാമിൻ ഫോർമാൽഡിഹൈഡ് പേരിൽ തന്നെ ഉണ്ടല്ലോ, മെലാമിനും ഫോർമാൽഡിഹൈഡും. ഇനി ബയോ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമേഴ്സ് ആണ് PHBV എന്ന് പറയുന്നത്. പോളിഹൈഡ്രോക്സി ഈ പറയുന്ന പോലെ ബ്യൂട്ടറിക് ആസിഡ് ആണെന്ന് തോന്നുന്നുണ്ട്, നോക്കട്ടെ. അപ്പം ഏതിന്റെയൊക്കെ പോളിമറാന്ന് അറിയാമോ? ഓക്കെ, 3-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡിന്റെയും ഹൈഡ്രോക്സി പെന്റനോയിക് ആസിഡിന്റെയും കേട്ടോ. നൈലോൺ 2 നൈലോൺ 6 എന്ന് പറയുന്നത് ഗ്ലൈസിൻ അല്ലെങ്കിൽ അമിനോ കാപ്രിക് ആസിഡിന്റെ ആണ്. പോളിലാക്റ്റിക് ആസിഡ് ലാക്റ്റിക് ആസിഡിന്റെ പോളിമർ ആണ്. ഇനി നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത് എന്തിന്റെ പോളിമറാ? പരീക്ഷയ്ക്ക് ഒത്തിരിയും തവണ ചോദിച്ചതാ. ഐസോപ്രീന്റെ പോളിമർ ആണ് നാച്ചുറൽ റബ്ബർ. പക്ഷെ ക്ലോറോപീനിന്റെ പോളിമർ ആണ് നിയോപ്രീൻ എന്ന് പറയുന്നത്. ഇനി ബ്യൂണ എസും ഉണ്ട്, ബ്യൂണ എന്നും ഉണ്ട്. SBR എന്ന് വിളിക്കും. ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും കൂടെ ആണെങ്കിൽ SBR, ബ്യൂണ എസ് എന്നും. 1,3-ബ്യൂട്ടാഡൈനും അക്രിലോ നൈട്രൈലും ആണെങ്കിൽ NBR, ബ്യൂണ N എന്നും പറയും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോ അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മള് ഒരു 15ഓളം ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 15ഓളം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ എന്താണ്? കുറെ അധികം ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കവർ ചെയ്തെന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ കുറെ അധികം ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഏതൊക്കെയാ ഈ ഹൈഡ്രോ കാർബൺസിൻ്റെത്, പിന്നെ ടെസ്റ്റ് ഫോർ ആൽക്കഹോൾസ്, ഫീനോൾസ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, ആൽക്കഹോളിന്റെ കാര്യം, കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് കേട്ടോ, ബയോമോളിക്യൂൾസിന്റെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ പോളിമേഴ്സ്, നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ കുറെ കാര്യങ്ങൾ കവർ ചെയ്തു നമ്മൾ ഇന്ന്. അതേപോലെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ, ആ ഒരു ഏരിയ മൊത്തം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം കവർ ചെയ്യാനുള്ളത് നമ്മുടെ മൊഡ്യൂൾ 1 ആണ് കേട്ടോ. അപ്പൊ ഈ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറെ അധികം ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കാര്യങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കാം. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻസുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.